ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ടബ്ബുകളിൽ കിടക്കുന്ന കുറച്ച് വലുപ്പമുള്ള നമ്മുടെ ആൽബിനോ കാറ്റ് ഫിഷിനെ സ്പോട്ടഡ് കാറ്റ് ഫിഷിനെ നമ്മൾ മാറ്റാൻ പോവുകയാണ്. ഈ രണ്ട് ടബ്ബുകളിൽ കാണുന്ന ചെറിയ ആൽബിനോ കാറ്റ് ഫിഷുകളാണ് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് ഞാൻ വാങ്ങിയതാണ്, കണ്ടില്ലേ, ഇത് രണ്ടെണ്ണം. ഇത് നമ്മൾ മാറ്റുന്നില്ല, ചെറുതായതുകൊണ്ട് ഇവരെ ഈ ടബ്ബുകളിൽ തന്നെയാണ് ഇടാൻ പോകുന്നത്. ഇവർ കുറച്ച് വലുതായി മറ്റ് ടബ്ബുകളിൽ കിടക്കുന്ന സ്പോട്ടഡ് കാറ്റ് ഫിഷ് അല്ലെങ്കിൽ ആൽബിനോ കാറ്റ് ഫിഷിൻ്റെ സൈസ് ആകുമ്പോൾ മാത്രമാണ് നമ്മൾ ഇവരെ വേറെ ഏതെങ്കിലും ടാങ്കിലേക്ക് മാറ്റാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇവർ കണ്ടില്ലേ, അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട്. നമ്മൾ തീരെ ചെറിയതിനെയാണ് വാങ്ങിയത്. ഇപ്പോൾ ഫുഡൊക്കെ അടിച്ച് അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട്. ബാക്കി 4 ടബ്ബുകളിലും കിടക്കുന്ന ആൽബിനോ കാറ്റ് ഫിഷുകളെയും സ്പോട്ടഡ് കാറ്റ് ഫിഷിനെയാണ് നമ്മൾ മാറ്റാനായിട്ട് പോകുന്നത്. എവിടേക്കാണ് നമ്മൾ മാറ്റാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിലേക്കാണ്. മുമ്പ് നമ്മൾ വലിപ്പമുള്ള 4 എണ്ണത്തിനെ ആ ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ സെയിം ടാങ്കിലേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഇതിലുള്ള വലിപ്പമുള്ള ആൽബിനോ കാറ്റ് ഫിഷുകളെയും സ്പോട്ടഡ് കാറ്റ് ഫിഷിനെയും മാറ്റാനായിട്ട് പോകുന്നത്. ഈ ലൈനിലിരിക്കുന്ന ആദ്യത്തെ 3 ടബ്ബുകൾ ഇതിനകത്ത് ആൽബിനോ കാറ്റ് ഫിഷുകളാണ്. പിന്നെ ഇപ്പുറത്തെ ലൈനിലിരിക്കുന്നതിൽ ഒരു ടബ്ബ് അതിനകത്ത് സ്പോട്ടഡ് കാറ്റ് ഫിഷാണ്. അതായത് 3 ആൽബിനോ കാറ്റ് ഫിഷും ഒരു സ്പോട്ടഡ് കാറ്റ് ഫിഷും ആണ്. ഇപ്പോൾ കുറച്ച് സൈസ് ആയിട്ടുണ്ട്. മുമ്പ് ഇവർ ഒരുമിച്ചാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഇതിനകത്താണ് നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷ് കിടക്കുന്നത് കേട്ടോ. മുമ്പ് നമ്മൾ ഒരുമിച്ചാണ് ഇട്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് ഗ്രോത്ത് കുറച്ച് കുറവായിരുന്നു. പിന്നെ നമ്മൾ ഇതുപോലെ ഒറ്റയ്ക്ക് ഇവരെ മാറ്റിയിടാണ് ഉണ്ടായത്. മാറ്റിയിട്ടതിന് ശേഷം നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇവരെ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ടബ്ബുകൾ നമ്മൾ കാലിയാക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ കുറച്ച് സൈസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് ആ ടബ്ബുകളിലേക്ക് നമ്മൾ ജയൻറ്റ് ഗൗരാമീനെയാണ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ അടുത്ത് അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് 2 പിങ്ക് ജയൻറ്റ് ഗൗരാമികളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതിനെ ഇൻഡോർ വെച്ചിരിക്കുകയാണ്, 2 എണ്ണത്തിനെയും ജസ്റ്റ് ഒന്ന് കണ്ടീഷൻ ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇതിലേക്ക് മാറ്റാനാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഇൻഡോർ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ കാറ്റ് ഫിഷുകളെയും നമ്മൾ പിടിക്കുന്ന എല്ലാ ആൽബിനോ സ്പോട്ടഡ് കാറ്റ് ഫിഷുകളെയും ഇതിനകത്ത് ഇട്ടിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അവർ ഈ സമയം കൊണ്ട് എത്രത്തോളം ഗ്രോത്ത് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഔട്ട്ഡോർ ടാങ്കിൽ കൊണ്ടിടാം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടബ്ബുകളല്ല, ഈ 4 ടബ്ബുകളും ക്ലീൻ ചെയ്ത് വെക്കാൻ പോവുകയാണ്. ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. ടാങ്കിൽ ഇവരെ കൊണ്ടിടുന്നത് വരെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പിങ്ക് ജയൻറ്റ് ഗൗരാമികളെ ഇന്ന് ഇടുന്നില്ല. നമ്മൾ സോൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് 1-2 ദിവസം വെച്ചതിന് ശേഷം ഇൻഡോർ വെച്ചിരിക്കുന്ന നമ്മുടെ 2 പിങ്ക് ജയൻറ്റ് ഗൗരാമികളെ ഈ 2 ടബ്ബുകളിലേക്കും കൊണ്ടുവന്ന് ഇടും. പിന്നെ 2 ടബ്ബുകൾ കാലിയാണ്. അതിലേക്ക് നമ്മൾ പിന്നീട് വേറെ ഏതെങ്കിലും ജയൻറ്റ് ഗൗരാമികളെ വാങ്ങിയിടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ടബ്ബിലെ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ അതിലത്തെ ആൽബിനോ കാറ്റ് ഫിഷിനെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഈ ടബ്ബുകളിൽ കിടക്കുന്ന ഏറ്റവും വലിയ സൈസ്. നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ടതിന് ശേഷം ഏറ്റവും സൈസ് വെച്ചിട്ടുള്ളത് ഈ ഒരു ആൽബിനോ കാറ്റ് ഫിഷാണ്. പെല്ലറ്റ് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും ഫീഡ് ചെയ്യുന്നത്. ഇടയ്ക്ക് ചിക്കനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. നല്ല അടിപൊളിയായിട്ട് കഴിക്കട്ടെ ഇവർ. നോൺ വെജ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നല്ല സൈസ് വയ്ക്കും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഫാറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇവരുടെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിട്ട് നടക്കുന്നതിന് കാരണം നമ്മൾ ചെറിയ സ്പേസിൽ വളർത്തുന്നതുകൊണ്ടാണ്. ഇതുപോലെ ടബ്ബ് പോലുള്ള ചെറിയ സ്പേസുകളിലിട്ടാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്തായിരിക്കും ഇവർ സൈസ് വയ്ക്കുന്നത്. പെട്ടെന്ന് സൈസ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സ്പേസ് ഉള്ള ടാങ്കുകളിൽ വളർത്തിയാൽ മതി. അതായത് സ്പേസ് ഉള്ള ടാങ്കുകളിൽ എണ്ണം കുറച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറഞ്ഞ സമയം കൊണ്ട് അത്യാവശ്യം നല്ല സൈസ് വയ്ക്കും. എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള മീനുകളെ വാങ്ങുമ്പോൾ ജസ്റ്റ് നോൺ വെജ് മാത്രം കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് പെല്ലറ്റ് കഴിക്കുന്ന മീനാണ്. അതുകൊണ്ട് തന്നെ പെല്ലറ്റ് ഫുഡും അതുപോലെ തന്നെ നോൺ വെജ് മാറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടും കഴിച്ചോളും. നമ്മൾ കൂടുതലും പെല്ലറ്റ് ഫുഡ് തന്നെയാണ് ഫീഡ് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെയാണ് നമ്മൾ ചിക്കൻ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള 2 ടബ്ബുകളിൽ നിന്നുള്ള ആൽബിനോ കാറ്റ് ഫിഷുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവരെല്ലാവരും നമ്മൾ ഒരുമിച്ച് ഒരു ടബ്ബിലായിരുന്നു ഇട്ടായിരുന്നു. ആ സമയത്ത് ഗ്രോത്ത് ഭയങ്കര സ്ലോ ആയിരുന്നു. നമ്മൾ സെപ്പറേറ്റ് ടബ്ബിലേക്ക് ഇട്ടപ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടി. അപ്പോൾ നേരത്തെ കാണിച്ച ആ വലിയ സൈസാണ് ഏറ്റവും ഗ്രോത്ത് വെച്ചത്. ബാക്കി 2 എണ്ണവും ഗ്രോത്ത് കുറച്ച് സ്ലോ ആണ്. എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഇടാൻ പോകുന്ന ടാങ്കിൽ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ കുറച്ചും കൂടി ഗ്രോത്ത് വെക്കുന്നത് നമ്മൾ വിചാരിക്കുന്നു. കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വെക്കുന്നത് വിചാരിക്കുന്നുണ്ട്. ശരിക്കും ഈ ടബ്ബുകളിൽ കിടന്നും ഇവർക്ക് ഗ്രോത്ത് വെക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്താണെന്ന് അറിയില്ല, കാരണം ഏകദേശം ഒരേ സൈസ് ആയിരുന്നു എല്ലാവരും. പക്ഷേ ഒരെണ്ണം നല്ല സൈസ് വെച്ചു, ബാക്കി 2 എണ്ണം കുറച്ച് സ്ലോ ആയിട്ടാണ് ഗ്രോത്ത് വയ്ക്കുന്നത്. ഫീഡിംഗ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരേ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഒരിടയ്ക്ക് വിചാരിച്ചിരുന്നു, അതായത് ഈ ചെറിയ സൈസിലുള്ളവർക്ക് കൂടുതൽ നോൺ വെജ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പെട്ടെന്ന് സൈസ് വയ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ നമുക്കിനി അവിടെ വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് പിടിച്ചിടാനുള്ളത് നമ്മുടെ ബാക്കിയുള്ള ഒരു സ്പോട്ടഡ് കാറ്റ് ഫിഷിനെയാണ്. അപ്പോൾ അതിനെയും കൂടി ഞാൻ പിടിച്ചിട്ട് കാണിക്കാം. അതിനുശേഷം നമുക്ക് ടാങ്കിൽ കൊണ്ടുപോയി ഇടാം. അതിനു മുമ്പ് നമ്മൾ ഇടാൻ പോകുന്ന ആ ഒരു ഔട്ട്ഡോർ ടാങ്കിൽ ഏതൊക്കെ മീനുകൾ ഇപ്പോൾ കിടക്കുന്നുണ്ടെന്ന് ഞാൻ പറയാം. അതിനകത്ത് 1 ഫീറ്റിന് അടുത്ത് വരുന്ന ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി കിടക്കുന്നുണ്ട്. പിന്നെ ഒരു ആൽബിനോ കാറ്റ് ഫിഷും 3 സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും കിടക്കുന്നുണ്ട്. പിന്നെ 2 ആൽബിനോ പ്ലക്കോ, അതായത് നമ്മുടെ കോമൺ പ്ലക്കോ ആൽബിനോ 2 എണ്ണം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയും കൂടി നമ്മൾ അതിനകത്തേക്ക് കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഏകദേശം ഓക്കെയാണ്. അതായത് 4 ആൽബിനോ കാറ്റ് ഫിഷും 4 സ്പോട്ടഡ് കാറ്റ് ഫിഷും ആണ് ടോട്ടൽ. ഇപ്പോൾ ഇവർ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് വരുന്നത് 4 ആൽബിനോ കാറ്റ് ഫിഷ്, 4 സ്പോട്ടഡ് കാറ്റ് ഫിഷ്, 2 ആൽബിനോ സക്കർ കാറ്റ് ഫിഷ്, പിന്നെ ഒരു 1 ഫീറ്റ് വരുന്ന ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി. ആ ടാങ്കിൻ്റെ കപ്പാസിറ്റി വെച്ച് ഈ ക്വാണ്ടിറ്റി ഇപ്പോൾ കറക്റ്റാണ്. എങ്കിലും ഇതിനകത്ത് സ്യൂട്ടബിൾ ആവാത്തൊരു മീൻ വരുന്നത് ജയൻറ്റ് ഗൗരാമിയാണ്. ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ 2 എണ്ണം ഉള്ളത് അവർ അടിയിൽ കിടന്ന് നടക്കുന്ന മീനുകളാണ്.
ഇവരെ മുകളിൽ ഫുഡ് കഴിക്കാൻ നേരത്തെ കുറച്ച് അഗ്രസീവ് ആവുന്ന മീനുകളാണ് ഈ ഒരു ആൽബിനോ കാറ്റ് ഫിഷുകളും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും. ജയൻറ്റ് ഗോരാമി ആണെങ്കിൽ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ളൊരു മീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സ്പേസിൽ ജയൻറ്റ് ഗോരാമി കുറച്ച് അത്ര സ്യൂട്ടബിൾ അല്ല. എങ്കിലും ആ ജയൻറ്റ് ഗോരാമി അതിനകത്ത് നല്ല രീതിയിൽ അഡാപ്റ്റ് ആയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവർക്ക് നമ്മൾ പെല്ലറ്റ് കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ വന്ന് കഴിക്കും. പക്ഷേ പുള്ളിക്കാരൻ ഭയങ്കര സൈലൻ്റ് ആണ്. ഇവരാണ് ഭയങ്കര അഗ്രസീവായിട്ട് പെല്ലറ്റൊക്കെ കഴിക്കുന്നത്. പുള്ളിക്കാരൻ പതുക്കെ വന്നാണ് പെല്ലറ്റൊക്കെ എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇവരെ 4 പേരെയും ഔട്ട്ഡോർ ടാങ്കിൽ കൊണ്ടിടുന്നതാണ്. അതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് ടബ്ബൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത 2 ദിവസത്തിനുള്ളിൽ നമ്മൾ 2 പിങ്ക് ജയൻറ്റ് ഗോരാമികളെ ഈ ടബ്ബുകളിൽ കൊണ്ടുവന്ന് ഇടും. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി കുറച്ച് നാളത്തേക്ക് ഇതുപോലുള്ള സീനുകൾ കാണാനായിട്ട് കിട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടബ്ബുകളിലുള്ള വലിയ പീസുകളെ നമ്മളിപ്പോൾ ആ ഒരു ടാങ്കിലേക്ക് കൊണ്ടുവിടാനായിട്ട് പോവുകയാണ്, ഔട്ട്ഡോർ ടാങ്കിലേക്ക്. അതിനകത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വാട്ടർ ചേഞ്ചോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ ഇങ്ങനെ ഈ ഒരു കണ്ടെയ്നറിലിട്ട് ഡിസ്പ്ലേ ചെയ്യാനൊന്നും സാധിക്കില്ല. അവിടെ തന്നെ വെച്ച് നമ്മൾ ഫീഡിങ്ങിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ അവിടെ എപ്പോഴാണ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളിങ്ങനെ സെപ്പറേറ്റ് പിടിച്ചിടാനൊന്നും പോകുന്നില്ല. ആ ടാങ്കിനകത്ത്, കാരണം ടാർപോളിൻ യൂസ് ചെയ്തിട്ടുള്ള ടാങ്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ വെച്ചുള്ള വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ ടബ്ബുകളൊക്കെ ഇരിക്കുന്ന ഏരിയയിൽ ഇനി നമ്മുടെ കയ്യിലുള്ളത് 2 ചെറിയ ആൽബിനോ കാറ്റ് ഫിഷുകളാണ്. ഞാൻ നേരത്തെ കാണിച്ചു. അവരുടെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഇതുപോലുള്ള കണ്ടെയ്നറിൽ ഇട്ട് കാണിക്കാം. അപ്പോൾ ഇനി ഇവരുടെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുന്നത് നമ്മൾ കൊണ്ടുപോയി ഇടാൻ പോകുന്ന ആ ഒരു ഔട്ട്ഡോർ ടാങ്കിലായിരിക്കും. അവിടെ വെച്ചായിരിക്കും ഇനി കൂടുതലും ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മാറ്റിയിട്ട 4 ആൽബിനോ സ്പോട്ടഡ് കാറ്റ് ഫിഷുകളുടെ ഗ്രോത്ത് അപ്ഡേറ്റ്. സെപ്പറേറ്റ് ഇട്ടതിന് ശേഷം സ്പോട്ടഡ് കാറ്റ് ഫിഷൊക്കെ അത്യാവശ്യം സൈസ് വെച്ചിട്ടുണ്ട്. മുമ്പ് തീരെ ചെറിയ സൈസായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഔട്ട്ഡോർ ടാങ്ക്. നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടാങ്ക് നമ്മൾ ബിൽഡ് ചെയ്യുന്നതും ഇതിലേക്ക് മറ്റ് മീനുകൾ ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ ടാങ്ക് സെറ്റ് ചെയ്ത് ഇതിലേക്കിട്ട എല്ലാ മീനുകളും ഇപ്പോഴും ഇതിനകത്തുണ്ട് കേട്ടോ. ഒരു മീനിന് പോലും ഡെത്തോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഓവർഫ്ലോ ഒക്കെ നമ്മൾ വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന സമയത്തൊക്കെ കറക്റ്റായിട്ട് തന്നെ വെള്ളം ബാലൻസ് ആയി നിൽക്കുന്നുണ്ട്, വെള്ളം റീസൈക്കിൾ ആവുന്നുണ്ട്. നമ്മൾ ഈ ടാങ്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഇതുവരെ ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടില്ല. മഴവെള്ളം ഡയറക്റ്റ് വീണ് വെള്ളം കുറച്ച് റീസൈക്കിൾ ആവുന്നതല്ലാതെ പിന്നെ ഇടയ്ക്ക് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് ചൂടൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതിലേക്ക് വെള്ളം അടിച്ചു കൊടുക്കും. വെള്ളം അടിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർഫ്ലോ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഓവർഫ്ലോ വഴി വെള്ളം പുറത്തേക്ക് പോകും. അപ്പോൾ ഓവർഫ്ലോൻ്റെ അടിഭാഗം ഏറ്റവും താഴ്ത്തേക്കാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അടിഭാഗത്തുള്ള വെള്ളം പുറത്തേക്ക് പോയിട്ട് ഫ്രഷ് വെള്ളം നിറയും. അങ്ങനെ ഒരു ടോപ്പ് അപ്പ് പരിപാടി നമ്മൾ ചെയ്യാറുണ്ട്. അല്ലാതെ വാട്ടർ ചേഞ്ച് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്തതിന് ശേഷം വെള്ളം നല്ല രീതിയിൽ ആൽഗെ അടിച്ച് പച്ച കളറിലാണ് കിടക്കുന്നത്. കണ്ടില്ലേ, ചില സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ ആൽബിനോ കാറ്റ് ഫിഷുകളൊക്കെ മുകളിലേക്ക് വരുന്നുണ്ട്. മീനുകളെ കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഫീഡിങ്ങിൻ്റെ സമയത്താണ് കുറച്ചെങ്കിലും അവരുടെ ബോഡി നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു ടാങ്ക് ഇങ്ങനെയാണ് പോണത്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ടൊരു മാറ്റം വരുത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ആൽബിനോ ജയൻറ്റ് ഗോരാമികളാണ്. നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ 2 ആൽബിനോ ജയൻറ്റ് ഗോരാമികൾ കിടക്കുന്നുണ്ട്. അവരെ അതിൽ കിടക്കുന്ന ബ്ലാക്ക് ജയൻറ്റ് ഗോരാമികൾ നല്ല രീതിയിൽ കൊത്തി ഓടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് സമാധാനമായിട്ട് ആ ഒരു ഔട്ട്ഡോർ ടാങ്കിൽ നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവരെയാണ് ഈ ഒരു ടാങ്കിലേക്ക് ഇടാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് മെയിലും ഫീമെയിലും ആണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഒരെണ്ണത്തിൻ്റെ നെറ്റിയിൽ ഹമ്പ് ഉണ്ട്, രണ്ടാമത്തിൻ്റെ നെറ്റിയിൽ ഹമ്പില്ല. ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അവർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് ആ ഒരു മെയിൻ ഔട്ട്ഡോർ ടാങ്കിൽ. അപ്പോൾ അവരെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്കുകളുടെ കൊത്ത് കിട്ടാതെ അവർക്ക് സമാധാനമായിട്ട് ഈ ഒരു ടാങ്കിൽ നിൽക്കാം. എന്നിട്ട് ഈ ടാങ്കിൽ കിടക്കുന്ന എല്ലാ മീനുകളെയും, അതായത് നമ്മുടെ സക്കർ കാറ്റ് ഫിഷ് ഒഴിച്ച് ബാക്കിയെല്ലാം ആൽബിനോ കാറ്റ് ഫിഷ്, സ്പോട്ടഡ് കാറ്റ് ഫിഷ്, ബ്ലാക്ക് ജയൻറ്റ് ഗോരാമി, ഇതിനെല്ലാത്തിനെയും മറ്റേ ഔട്ട്ഡോർ ടാങ്കിലേക്ക് ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മുടെ ആൽബിനോ ജയൻറ്റ് ഗോരാമികൾ 2 എണ്ണവും പിന്നെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ 2 എണ്ണവും അതിന് മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതാകുമ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ജയൻറ്റ് ഗോരാമികൾക്ക് 2 എണ്ണത്തിന് അത്യാവശ്യം നല്ല സ്പേസാണ് ഈ ഒരു ടാങ്ക്. പിന്നെ 2 സക്കർ കാറ്റ് ഫിഷുകളാണ്. അവർ ഈ ജയൻറ്റ് ഗോരാമികൾക്ക് കൊടുക്കുന്ന പെല്ലറ്റ് ഫുഡിൻ്റെ വേസ്റ്റും ആൽഗെ വേസ്റ്റും അതുപോലെ തന്നെ ജയൻറ്റ് ഗോരാമികൾ കഴിക്കുന്ന ചെടികളുടെ വേസ്റ്റൊക്കെ കഴിച്ച് അവർ വലുതായിക്കോളും. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ചേഞ്ച് ഈ ഒരു ടാങ്കിൽ വരുത്താനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് പെട്ടെന്നൊന്നും ഉണ്ടായിരിക്കില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. കാരണം നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്കിലെ വെള്ളവും കാര്യങ്ങളൊക്കെ വറ്റിക്കേണ്ടി വരും നമ്മുടെ ആൽബിനോ ജയൻറ്റ് ഗോരാമികളെ പിടിക്കാനായിട്ട്. അപ്പോൾ അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും ഈ മീനുകളെല്ലാം ആ ഒരു ടാങ്കിലേക്ക് മാറ്റിയിട്ട് അതിലത്തെ ആൽബിനോ ജയൻറ്റ് ഗോരാമികളെ നമ്മൾ ഇതിൽ കൊണ്ടുവന്ന് ഇടുന്നത്. നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്കിൽ 3 ബ്ലാക്ക് ജയൻറ്റ് ഗോരാമികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇതിൽ കിടക്കുന്ന ബ്ലാക്ക് ജയൻറ്റ് ഗോരാമിയെ നമുക്ക് കൊണ്ടുപോയി ഇടാം. അതോടൊപ്പം തന്നെ അത് വലിയ ടാങ്ക് ആയതുകൊണ്ട് തന്നെ ഈ കാറ്റ് ഫിഷുകളെല്ലാവരെയും നമുക്ക് പിടിച്ച്, അതായത് 4 ആൽബിനോ കാറ്റ് ഫിഷും 4 സ്പോട്ടഡ് കാറ്റ് ഫിഷിനെയും പിടിച്ചിട്ട് അതിനകത്ത് കൊണ്ടുപോയി ഇടാം. വലിയ ടാങ്ക് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അതുവരെ ഈ മീനുകളെല്ലാം ഈ ഒരു ടാങ്കിൽ കിടക്കട്ടെ. എന്തായാലും നമുക്ക് പതുക്കെ അവരെ ഇതിലേക്ക് തുറന്നു വിടാം. ഈ സൈസിലുള്ള ടാങ്കിലേക്ക് നമുക്ക് ആൽബിനോ കാറ്റ് ഫിഷ് അല്ലെങ്കിൽ സ്പോട്ടഡ് കാറ്റ് ഫിഷ് ചെറിയ കുഞ്ഞുങ്ങളെ 10 എണ്ണത്തിനൊക്കെ നമുക്ക് വാങ്ങിച്ചിടാം. ഈ ട്രെയിൽ കിടക്കുന്ന ഈ ഒരു സൈസിലേക്കൊക്കെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് എനിക്കറിയില്ല എത്രത്തോളം ഫാസ്റ്റായിട്ട് വളരുമെന്നുള്ളത്. അപ്പോൾ 10 എണ്ണത്തിനൊക്കെ ഈസി ആയിട്ട് ഈ ഒരു ടാങ്കിൽ കിടക്കാനായിട്ട് പറ്റും. ഈ സൈസിൽ കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 1 ഫീറ്റൊക്കെ ആവാറായിട്ടുണ്ടാവും വലിയ സൈസ്. ആ 1 ഫീറ്റ് പിന്നെ അങ്ങോട്ട് ഇത് 2 ഫീറ്റ് വരെയൊക്കെ ആവുന്നൊരു മീനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ല 1 ഫീറ്റിന് മുകളിലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 10 എണ്ണം അത്ര സ്യൂട്ടബിൾ അല്ല ഈ ഒരു ടാങ്കിൽ. അപ്പോൾ ഈ ഒരു സൈസ് വരെയൊക്കെ 1 ഫീറ്റ് വരെയൊക്കെ നമുക്ക് ഈ ഒരു ടാങ്കിൽ ഒരു 10 എണ്ണത്തിനൊക്കെ ഇടാം.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ഗ്രോത്തിലേക്ക് എത്തിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഔട്ട്ഡോർ ടാങ്കുകളിൽ വളർത്തിയാൽ മതി. ഇതുപോലുള്ള ആൽഗെ വാട്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. പിന്നെ പെല്ലറ്റ് ഫുഡും നോൺ വെജും മാറി മാറി കൊടുത്താൽ മതി. നോൺ വെജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിക്കൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കൊടുത്താൽ മതി. അല്ല നോർമലായിട്ട് നമുക്ക് ചിക്കൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൊടുക്കുക. അത് റെഗുലറായിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പെല്ലറ്റ് ഫുഡ് തന്നെ കൂടുതൽ കൊടുത്താൽ മതി. ഇടയ്ക്കൊക്കെ ഇതുപോലെ നോൺ വെജ് കൊടുത്താൽ മതി. അപ്പോൾ നോൺ വെജ് കൊടുക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. ഈ മീനുകൾക്ക് നമ്മൾ മറ്റ് മീനുകളുടെ പോലെ ഇപ്പോൾ അലിഗേറ്റർ കാർ അല്ലെങ്കിൽ റെഡ് ടൈൽ കാറ്റ് ഫിഷിനൊക്കെ നമ്മൾ ചിക്കനൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലം വരാറുണ്ട്, അല്ലെങ്കിൽ ആ ഡൈജസ്റ്റീവ് പ്രോബ്ലം വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരം മീനുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. മാത്രമല്ല ഞാൻ ഇതുവരെ ഫീഡ് ചെയ്തിട്ട് യാതൊരു കുഴപ്പവും ഇവർക്ക് കണ്ടിട്ടില്ല. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഈ ആഫ്രിക്കൻ മുഷീനൊക്കെ വളർത്തുന്നത് ഇത്തരം ചിക്കൻ്റെ വേസ്റ്റ് കൊടുത്തിട്ടാണ്. അപ്പോൾ അതേപോലത്തെ കാറ്റഗറിയിൽപ്പെട്ട ഒരു മീനുകൾ തന്നെയാണ് ഈ ആൽബിനോ കാറ്റ് ഫിഷും സ്പോട്ടഡ് കാറ്റ് ഫിഷും ഒക്കെ. അതായത് അത്തരത്തിലുള്ള മുഷി കാറ്റഗറിയിൽ പെട്ടതാണ്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള മീനല്ല. 100 രൂപയ്ക്ക് നമുക്കൊരു പെയറിന് കിട്ടുന്നത് ആൽബിനോ ആണെങ്കിലും സ്പോട്ടഡ് ആണെങ്കിലും. ഗ്രോത്ത് ആണെങ്കിൽ നല്ല ഫാസ്റ്റ് ആണ്. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ നന്നായി കൊടുത്താൽ നല്ല ഫാസ്റ്റായിട്ട് അവർ വളരും. പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് എന്നുള്ളതാണ്. ആൽബിനോകളാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആണ്, കണ്ണ് റെഡ് ആണ്. അതുപോലെ സ്പോട്ടഡ് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പോട്ടുകളാണ് ശരീരത്തിൽ വരുന്നത്. ശരിക്കും ഇവരൊരു ഗ്രൂപ്പായിട്ടൊക്കെ ഒരു പോണ്ടിലൊക്കെ നടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതായത് ഒരു പാറ്റേൺ മാത്രം ഒരു പോണ്ടിൽ ഇടുന്നതാണ് നല്ലത്. അതായത് ആൽബിനോകളാണെന്നുണ്ടെങ്കിൽ ആൽബിനോകളെ മാത്രം ഇടുക, സ്പോട്ടഡ് ആണെന്നുണ്ടെങ്കിൽ സ്പോട്ടഡുകളെ മാത്രം ഇടുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നടക്കുന്നത് കാണാൻ. കെയർ ഈസിയാണ്, അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കാൻ കഴിയുന്ന മീനുകളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.